UK-യിൽ 10-20 വർഷത്തിൽ കൂടുതലായിട്ട് താമസിക്കുന്ന ഒരു വ്യക്തിയൊക്കെ ഇന്ന് നമ്മളോടുണ്ട്. ഇവരോടൊക്കെ അതോടൊപ്പം തന്നെ നമ്മുടെ സന്തത സാഹചര്യമായ DJ ഉണ്ട്. ഇവരോടൊക്കെ നമ്മളെല്ലാവരും ഒരു ചോദ്യം ചോദിക്കുകയാണ്. ഇപ്പോൾ UK-യിലാണ് നിങ്ങളെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ മുന്നിലേക്കും ഈ ഒരു ചോദ്യം വരുന്നുണ്ടാവും. ചോദ്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, UK-യിൽ നിങ്ങൾ ജീവിക്കുന്നെങ്കിൽ ആ ജീവിക്കുന്നതിൽ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള അല്ലെങ്കിൽ ഏറ്റവും നിങ്ങൾ UK-യിൽ വന്നിട്ട് അനുഭവിക്കുന്ന ഇഷ്ടപ്പെടുന്ന ആ ഒരൊറ്റ കാര്യം അതെന്താണെന്ന് ഇവർക്കെല്ലാം പറയാം. പക്ഷേ പറയുമ്പോൾ ആ ഒരൊറ്റ കാര്യം മാത്രമേ പറയാനുള്ളൂ. ഓക്കെ, അപ്പോൾ നമ്മുടെ ഏറ്റവും പ്രായം കൂടിയ കിളവനായ ജീവൻ ചേട്ടനോട് തന്നെ ആദ്യം ആ ചോദ്യം ചോദിക്കാം. ജീവൻ ചേട്ടൻ, അപ്പോൾ എന്താണ് UK-യിൽ വന്നിട്ട് ഏറ്റവും 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 ഇഷ്ടപ്പെട്ട അല്ലെങ്കിൽ UK-യിൽ ജീവിക്കുന്നതിൻ്റെ ആ ഒരു ഇത് കിട്ടുന്ന ഒരു എയിം കിട്ടുന്ന ഒരു സന്തോഷമുള്ള ഒരു കാര്യം എന്താണ്? ഏറ്റവും UK ജീവിച്ചിട്ടുള്ള അനുഭവം വെച്ചുകൊണ്ട് പറയുകയാണെങ്കിൽ ഏറ്റവും എൻ്റെ ഒരു സാറ്റിസ്ഫാക്ഷൻ എന്നത് ഫ്രീഡമാണ്. നമുക്കിവിടെ സ്വതന്ത്രമായി നമ്മുടെ സ്വാതന്ത്ര്യത്തിൽ നമ്മുടെ ഇഷ്ടങ്ങൾക്കനുസരിച്ച് ജീവിക്കാൻ പറ്റുന്നു എന്നുള്ളത് വലിയൊരു കാര്യം തന്നെയാണ്. അത് തന്നെയാണ് ഞാൻ UK കൂടുതൽ ഇഷ്ടപ്പെടാനുള്ള കാരണം. പക്ഷെ അങ്ങനെ ചോദിക്കുകയാണെങ്കിൽ നാട്ടിലെന്താ സ്വാതന്ത്ര്യം ഇല്ലേ? നാട്ടിൽ സ്വാതന്ത്ര്യമുണ്ട്, പക്ഷേ ഇവിടെ കിട്ടുന്ന അത്രയും സ്വാതന്ത്ര്യം ഉണ്ടോ എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. ഉദാഹരണം പറയൂ. കാരണം ഇപ്പം നാട്ടിലെ ഞാനിപ്പോൾ സ്വസ്ഥമായിട്ട് ഒന്ന് വീട്ടിൽ നിന്ന് ഇറങ്ങി, ഇപ്പം എനിക്ക് ഇത്രയും പ്രായം ഉണ്ടെങ്കിലും ആ കാലഘട്ടത്തിൽ ഇല്ലെങ്കിൽ ഇപ്പോഴത്തെ പുതിയ പിള്ളേർക്കായാലും അവരുടെ 100% സന്തോഷകരമായ രീതിയിൽ അവരുടെ ഫ്രീഡത്തോടു കൂടി അവർക്ക് പോകാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. കാരണം അവിടെ അമ്മാവൻ പറയും, അച്ഛൻ പറയും, അമ്മൂമ്മ പറയും, അയൽവാസികൾ പറയും, അങ്ങനെ 100 കൂട്ടം കണ്ണുകൾ നമ്മളെ വാച്ച്. പക്ഷെ അതൊരു ഫ്രീഡം എന്ന് പറയുന്ന ഒരു പ്രശ്നമല്ലല്ലോ. അത് എന്ന് പറയുന്നത് അതെങ്ങനെ, ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ അത് അവരുടെ ഒരു നല്ല ലൈഫിലേക്കുള്ള ഒരു ഗൈഡൻസ് അല്ലേ? ഇപ്പൊ ആരും ഒന്നും പറയാതിരുന്ന എങ്ങനെയാണ്? കാരണം ഇവിടെ എത്രയോ പിള്ളേർ ജീവിക്കുന്നുണ്ട്, അവരൊക്കെ ഒരു മെജോറിറ്റി ആൾക്കാർ അവരുടേതായ ജീവിതം നന്നായി തന്നെ ജീവിച്ചുകൊണ്ട് പോകുന്നുണ്ട്, ഇല്ലേ? പക്ഷെ അല്ല, അങ്ങനെ പറയാൻ പറ്റില്ല. കാരണം ഇപ്പൊ ഇന്നത്തെ ഒരു സമൂഹം, UK-യിലെ ഒരു സമൂഹം, ഞാൻ 2 ദിവസം മുമ്പ് ഒരു സ്ത്രീനെ കണ്ടപ്പോൾ എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന ഒരു പുള്ളിക്കാരി, പ്രായമുള്ള ഒരാളാണ്. അവരെന്നോട് പറഞ്ഞൊരു കാര്യമാണ്, എൻ്റെ മനസ്സിൽ സ്ട്രൈക്ക് ചെയ്തൊരു കാര്യമാണ്. നിങ്ങളുടെ കമ്മ്യൂണിറ്റിയിലെ ആൾക്കാർ ഒക്കെ എന്തുകൊണ്ടാണ് ഇത്രയും ഒരു കമ്മ്യൂണിറ്റി ബന്ധമുള്ളത്, അച്ഛനും അമ്മയായിട്ട് ഇത്രയും ബന്ധമുള്ളത്, കുട്ടികളൊക്കെ കുറച്ച് നല്ല രീതിയിൽ പോകുന്നത് എന്താണ് എന്നോട് ചോദിച്ചൊരു ചോദ്യമാണ്. അപ്പം നമ്മളുടെ ഈ ഒരു ചിന്താഗതി അല്ലേ അത്? അങ്ങനെ നമ്മൾ ചിന്തിക്കുന്നതുകൊണ്ടല്ലേ നമുക്ക് ഇങ്ങനെ തോന്നുന്നത്? അല്ല, ശരിക്കും പറഞ്ഞാൽ ഇവിടെ എനിക്കും എൻ്റെ അച്ഛനും അമ്മയും വീട്ടുകാരും കൂട്ടുകാരും സോഷ്യൽ ലൈഫും എല്ലാം ഉണ്ട്. പക്ഷെ നാട്ടിൽ എന്ന് പറയുമ്പോൾ ഇപ്പം ഫ്രീഡം എന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത്, ഒന്ന് സാമൂഹികമായ ജീവിത ചുറ്റുപാടിലെ ഫ്രീഡമാണ്, 2 കുടുംബത്തിലുണ്ടാകുന്ന ഫ്രീഡമാണ്. ഇപ്പോൾ നാട്ടിൽ വെച്ചാൽ ഞാനിപ്പോൾ എൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് ഒരു കാര്യം ചെയ്യാൻ പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും മറ്റുള്ളവരുടെ പല അഭിപ്രായങ്ങൾ അതിലേക്ക് നമ്മളെ ഇൻവോൾവ് ചെയ്യും. അത് വേണ്ട. ഇവിടെ അല്ല, എൻ്റെ വരുമാനത്തിനനുസരിച്ച് അല്ല, എനിക്ക് കിട്ടുന്ന ഓപ്പർച്യൂണിറ്റീസ് അനുസരിച്ച് എൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് ഞാൻ ജോലികൾ മാറിക്കൊണ്ടേയിരിക്കും. നാട്ടിലതാണ്, നിങ്ങളൊരു ജോലി ചെയ്ത് സ്കൂൾ അധ്യാപകൻ അല്ലെങ്കിൽ നിങ്ങളൊരു IT പ്രൊഫഷണൽ ആണെങ്കിൽ നിങ്ങൾ അതിൽ തന്നെയാണ് ഫോക്കസ് ചെയ്ത് പോകുന്നത്. അത് നിങ്ങളെന്നുള്ള വ്യക്തിയിലെ പ്രശ്നമല്ലേ? കാരണം ഇപ്പം ഞാൻ ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പം നിങ്ങൾ ഒരു IT അധ്യാപകൻ അല്ലെങ്കിൽ ഒരു സ്കൂൾ അധ്യാപകൻ എന്ന് പറയുന്ന ആളായി തീരുന്നെങ്കിൽ, നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്തൊരു ഇതായി തീരുന്നെങ്കിൽ, അത് നമ്മളെന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ അല്ലെങ്കിൽ നമ്മളെന്ന് പറയുന്ന ഒരാൾ നയിക്കുന്നതിന്റെ പ്രശ്നമല്ലേ? സമൂഹം എങ്ങനെ നമ്മൾ അത്ര ഇൻഫ്ലുവൻസ് ചെയ്യാം? നമുക്ക് തന്നെ അത് കൺട്രോൾ ചെയ്തുകൂടെ കുറേയൊക്കെ? ഇല്ല, നാട്ടിൽ വെച്ചാൽ നമ്മൾ എന്താ ചെയ്യുന്നത്, പൊതുവേ ചെയ്യുന്നത് വെച്ചാൽ പഠിച്ചു വരുന്ന ഒരാൾ അല്ലെങ്കിൽ ഒരു പ്രൊഫഷൻ അല്ലെങ്കിൽ ജോലി അല്ലെങ്കിൽ കടയിടുന്ന ഒരാൾ, അവൻ ആ ഒരു ചുറ്റുപാടിൽ ഒതുങ്ങി നിൽക്കുക എന്നൊരു സിസ്റ്റം എങ്ങനെയൊക്കെയോ തലയിലുണ്ട്. അവന് പെട്ടെന്ന് അതിൽ നിന്ന് മാറി വേറൊരു വഴിക്ക്, ഇപ്പം എന്താ പറയുക, IT ചെയ്യുന്ന ഒരാൾക്ക് എനിക്ക് IT എടുത്ത് നാളെ മുതൽ ഞാൻ ഇവിടെ ഒരു ഷോപ്പിൽ പോയി ജോലി ചെയ്യാം, എനിക്ക് ഫ്രീഡം അതാണ് ഉദ്ദേശിക്കുന്ന ഫ്രീഡം. അതായത് നമുക്കിവിടെ ജോലിക്കുള്ള ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്, ആ ഓപ്പർച്യൂണിറ്റീസ് നമ്മൾ യൂസ് ചെയ്യുമ്പോൾ നമുക്ക് ഫ്രീഡമായിട്ടുള്ള ജീവിക്കാൻ, നമ്മുടെ സന്തോഷത്തിനനുസരിച്ച് ജീവിക്കാനുള്ള ഒരു ചുറ്റുപാട് നമുക്ക് തന്നെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് ഇപ്പോൾ ജീവൻചേട്ടൻ പറഞ്ഞൊരു കാര്യം ഞാൻ പറയും. ഇപ്പം പറഞ്ഞു ഒരു IT ഫീൽഡ് വർക്ക് ചെയ്യുന്ന ഒരാൾക്ക് വേറെ രീതിയിലേക്ക് ജോലിയിലേക്ക് മാറാൻ പറ്റും, അല്ലെങ്കിൽ അങ്ങനെ ചെയ്യാൻ പറ്റും. ഇവിടെ എത്ര പേര് മാറുന്നു? ഇവിടെ ഏതൊക്കെ ജോലികളുമായിട്ട് വന്ന മലയാളികൾ അന്ന് വന്ന ജോലികൾ തന്നെയല്ലേ ഇന്നും ചെയ്തുകൊണ്ടിരിക്കുന്നത്? എന്താണ് വ്യത്യാസം? അല്ല, അത് നിങ്ങൾ കാണുന്ന കുറച്ച് പേരെ ആയിരിക്കും. പക്ഷെ ഞാൻ അങ്ങനെ, ഇതെന്റെ 8ാമത്തെയോ 10ാമത്തെ ജോലിയിലാണ് ഞാൻ. നിങ്ങളൊരു ബസ് ഡ്രൈവറായിട്ടാണ് വർക്ക് ചെയ്യുന്നത്. എത്ര വർഷമായിട്ട് ബസ് ഡ്രൈവറായിട്ട് ഞാൻ വർക്ക് ചെയ്തിട്ട് 7-8 വർഷം. 7 വർഷം. എന്തുകൊണ്ടാണ് ഈ 7 വർഷം ബസ് ഡ്രൈവർ വേറെ ഒന്നും മാറാൻ പറ്റിയില്ല? കാരണം എൻ്റെ വർക്ക് സാറ്റിസ്ഫാക്ഷൻ ഞാൻ ഇപ്പോഴാണ് അവിടെ എത്തിയത്. അതിലിരിക്കുമ്പോൾ അതിൽ കിട്ടുന്ന സന്തോഷം എനിക്ക് ഇതിന് മുമ്പിലുണ്ടായ പല ജോലികളും കിട്ടില്ല. ഞാൻ എയറോസ്പേസ് കമ്പനി മുതൽ ഇങ്ങോട്ടുള്ള പല വർക്കുകളും ചെയ്തിട്ടുണ്ട്. പല പ്രൊഡക്ഷൻ കമ്പനികൾ മുതൽ വെയർ ഹൗസ് മുതൽ ഡെലിവറി മുതൽ ഞാൻ എപ്പോഴും ഫ്രീഡം ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ ഫ്രീഡം ആഗ്രഹിക്കുന്ന ഒരാൾക്ക് അവന് പറ്റുന്നൊരു ജോലി അതൊന്നും അല്ലായിരിക്കും സംഭവം. ഞാൻ പറയാം, നിങ്ങൾക്ക് സത്യം പറഞ്ഞാൽ
കാശ് കൂടുതൽ കിട്ടുന്ന അല്ലെങ്കിൽ സാറ്റിസ്ഫൈഡ് അല്ല, ആയിട്ടുള്ള ഒരു അതുകൊണ്ട് ജോലി അല്ല, അത് നേടിയതിനു ശേഷം ഞാനൊരു നിങ്ങൾ നിന്നായിരിക്കും അത് അല്ലേ? ബ്രോ പറയുമ്പോഴും എനിക്ക് അതിൽ സമ്മതിക്കാതിരിക്കേണ്ട ഒരു സാഹചര്യം വരുന്നത്, നമ്മുടെ നാട്ടിൽ നമ്മൾ ഒരു ജോലി ചെയ്യുന്നു, ഒരു IT കാരൻ ഒരു കൂലിപ്പണി ചെയ്യാൻ തയ്യാറായാൽ അവനെ മുഖം ചുളുക്കി നോക്കുന്ന ഒരു സമൂഹം നമുക്ക് ചുറ്റുമുണ്ട്. പക്ഷെ അതിവിടെ തീർച്ചയായിട്ടും ഇല്ല എന്നുള്ളതിന് ഞാൻ യോജിക്കുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് ബ്രോ പറയുന്ന പോലെ പണം ഒരു ഫാക്ടർ ആണെങ്കിൽ പോലും നമ്മൾ ഏത് ജോലി ചെയ്താലും ജഡ്ജ് ചെയ്യുന്നില്ല എന്നൊരു സാധനം ഇവിടെ വളരെ കൂടുതലാണ്. ഇനി ജഡ്ജ് ചെയ്യുന്നുണ്ടെങ്കിലും അതിപ്പോൾ നമ്മുടെ മലയാളി കമ്മ്യൂണിറ്റിയുടെ അകത്ത് തന്നെയാണ്. ശരിക്കും പറഞ്ഞാൽ മറ്റുള്ള നാട്ടുകാരൊന്നും ആരെയും നോക്കി അയ്യേ നീ ഈ ജോലി ചെയ്യുന്ന ഒരാളാണോ എന്ന് നോക്കാറില്ല. പക്ഷെ അതിനകത്ത് മറ്റൊരു കാര്യം കൂടെ ഉണ്ട്. ഇപ്പൊ ഞാൻ പറയാം, നമ്മുടെ നാട്ടില് 4000 കോടി ബിസിനസിന്റെ ചെയ്യുന്ന എന്താണെന്നറിയോ? 4000 കോടി രൂപയുടെ ടേൺ ഓവറുള്ള ബിസിനസ്സാണ് ദോശ മാവ് ഇതായിട്ട് പാക്കറ്റിൽ ഒഴിക്കുക. അവർ രണ്ടുപേരും IT കാരായിരുന്നു. അവർ ദോശമാവ് ഉണ്ടാക്കാൻ പോയപ്പോൾ ഈ പറഞ്ഞ റെസ്ട്രിക്ഷൻസ് ഒന്നും ഇല്ലായിരുന്നു. അല്ല, തീർച്ചയായിട്ടും സംഭവത്തെ എടുത്ത് വെച്ച് നമ്മൾ ന്യായീകരിക്കും. ഒറ്റപ്പെട്ടല്ല, ഒരു സമൂഹത്തിന്റെ അല്ലല്ല, തീർച്ചയായിട്ടും ബ്രോ ഇപ്പോൾ ഒറ്റപ്പെട്ട സംഭവമാണ് എടുക്കുന്നത്. അതായത് എല്ലാവർക്കും ബിസിനസ്മാൻ ആവാനുള്ള സ്കില്ലില്ല. പിന്നെ എല്ലാവർക്കും ആ ഒരു തീരുമാനം, ഈ പറഞ്ഞ പോലെ ഒരു ബിസിനസ്സിലേക്ക് പോകാം എന്നുള്ളൊരു തീരുമാനം എടുക്കാൻ കഴിയുന്ന ഒരു സാഹചര്യം ആയിരിക്കില്ല അവരുടെ ജീവിതത്തിൽ. അപ്പോൾ അതൊക്കെ കൊണ്ടാവാം അവരുടെ ജീവിതത്തിൽ അത് സംഭവിക്കുന്നത്. പക്ഷെ അത് നമുക്കൊരിക്കലും ഒരു സമൂഹത്തിലോട്ട് ചേർത്ത് പിടിക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അല്ല, എനിക്ക് തോന്നുന്നത് ഇത് സത്യം പറഞ്ഞ സമൂഹത്തിനേക്കാൾ ഉപരി ഇപ്പം നമ്മുടെ സമൂഹത്തിലാണെങ്കിൽ ഒത്തിരി മാറ്റം വന്നിട്ടുണ്ട്. എത്രയോ കുട്ടികളാണ് സ്വിഗ്ഗി ചെയ്യുന്നത്, എത്രയോ കുട്ടികളാണ് സൊമാറ്റോ ചെയ്യുന്നത്, എത്രയോ കുട്ടികളാണ് അന്നത്തെ കാലം. ഇന്നത്തെ കാലഘട്ടത്തിൽ ഞാൻ പറയുന്നത് തന്നെയാണ്, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ജോലി ചെയ്യാനുള്ള സ്വാതന്ത്ര്യം, ഫ്രീഡം. അപ്പോൾ ഈ ഫ്രീഡത്തിൽ ആരും കൈകടത്തില്ല. എൻ്റെ വീട്ടിൽ നിന്ന് ഞാൻ ഓരോ ജോലി മാറുമ്പോഴും എൻ്റെ അച്ഛനോ കുടുംബമോ മറ്റാരും തന്നെ നിങ്ങൾ എന്തിനാണ് ഇപ്പം എയറോസ്പേസിലെ ജോലി വിട്ടിട്ട് നീ ഡെലിവറിക്ക് പോകുന്നത്, അല്ലെങ്കിൽ ഡെലിവറി കഴിഞ്ഞാൽ ഞാൻ എന്തിനാണ് ഈ പിസ്സ സെന്ററിൽ പോയിട്ട് ഗ്യാരണ്ടി ആയിട്ട് ചോദിക്കും. നിങ്ങൾ അങ്ങനെ പറയുന്നത് നിങ്ങളുടെ പേരൻസ് കേരളക്കാരനാണെങ്കിൽ നീ ബസ് ഡ്രൈവിംഗ് വിട്ടിട്ട് എന്തിനാ പിന്നെ ഡെലിവറിക്ക് പോകുന്നത്? അല്ല, അത് വന്നാൽ തന്നെയും എന്റെ കുടുംബത്തിലെ പ്രശ്നങ്ങളോ എന്റെ ഫൈനാൻസ് കാര്യങ്ങളോ ഈ കുടുംബക്കാരും നോക്കുന്നത്. അതിലേക്ക് അവർ കൂടുതൽ കടത്തില്ല. നമ്മൾ ഈ നാട്ടിൽ വരുമ്പോഴത്തേന് നമ്മളുടെ ആ ഒരു ആറ്റിറ്റ്യൂഡ് മാറുകയാണ്. അതായത് ആ ഒരു മെന്റാലിറ്റിയാണ് മാറുന്നത്. ഒന്നാമത്തെ കാര്യം എന്ന് വെച്ചാൽ എനിക്ക് തോന്നുന്നു ഇതെല്ലാം തന്നെ ആരൊക്കെ സമൂഹത്തെ ഇൻഫ്ലുവൻസ് ചെയ്താലും അൾട്ടിമേറ്റ്ലി നമ്മളുടെ ഡിസിഷൻസ് ആണ്. തീർച്ചയായിട്ടും ആ ഡിസിഷൻസ് മേക്കിംഗ് കപ്പാസിറ്റി ഉള്ള ആളിന് ഇതൊന്നും ബാധകമല്ല. അങ്ങനെയുള്ള ആൾക്കാരാണ് സത്യം പറഞ്ഞാൽ ഈ ദോശമാവ് പോലെയുള്ള സാധനം. പക്ഷേ അവിടെ ഒരു കുഴപ്പമുണ്ട് ബ്രോ, അങ്ങനെ എല്ലാവർക്കും പറ്റണമെന്നില്ല. അവിടെയാണ് ഇപ്പോൾ ബ്രോ പറയുന്നതിന്റെ ഒരു സാധനം എന്ന് പറയുമ്പോൾ എല്ലാവരും അതുപോലെ ആവാൻ പറ്റില്ല. അത് നമ്മൾ ചിന്തിക്കണം. അങ്ങനെ പറ്റാത്തവർ എന്ത് ചെയ്യുന്നു? ആ നാട് വിട്ട് പോകാൻ തീരുമാനിക്കുന്നു, പോയിട്ട് ഈ പറഞ്ഞ പോലെ സ്വാതന്ത്ര്യം അനുഭവിക്കാൻ ആഗ്രഹിക്കുന്നു. അതിൽ നമുക്ക് ഒരിക്കലും തെറ്റ് പറയാൻ പറ്റില്ല. കാരണം ഇപ്പോൾ ഒരു പ്രവാസി എന്തുകൊണ്ട് നാട്ടിൽ സ്വാതന്ത്ര്യം എന്ന് നിങ്ങൾ പറയുന്നത് ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ ജോലിയുടെ കാര്യമാണ് സ്വാതന്ത്ര്യം. ജോലി ഒരു ഉദാഹരണമായിട്ട് ഇവിടെ എത്ര പേരാണ് ജോലിയിൽ സ്വാതന്ത്ര്യം നടത്തുന്നത്? സ്വാതന്ത്ര്യം ഉണ്ട്. എന്ത് സ്വാതന്ത്ര്യം? കാശിന്റെ സ്വാതന്ത്ര്യം ഒഴിച്ച്, കാശെന്ന് പറയുന്ന ഒരു സ്വാതന്ത്ര്യമുണ്ട്. അതല്ലാതെ നാട്ടിൽ നിങ്ങളുടെ കൊളീകളോട് നാട്ടുകാരോട് സംസാരിച്ച് നാട്ടിലെ ചോറുണ്ട് ഉച്ചയ്ക്ക് ബ്രേക്ക് കൊടുത്ത് നാട്ടിൽ ചെന്ന് പിന്നെ ജോലി ചെയ്യുന്നതല്ലേ നിങ്ങൾക്ക് സൗകര്യം കൂടുതലുള്ളത്? സൗകര്യമല്ല, നമ്മളെ ആളുകൾ കാണുന്ന കാഴ്ചപ്പാടാണ് അദ്ദേഹം പറയുന്നത്. അല്ല, അതാണ് ഞാൻ ചോദിച്ചത്. അല്ല, ഞാൻ കാഴ്ചപ്പാട് ഇപ്പൊ മാറിക്കൊണ്ടിരിക്കുന്നു. ഇല്ല, ഞാൻ ഇപ്പോഴും പറഞ്ഞുതരാം. ഒരു പ്രവാസി എന്തുകൊണ്ട് നാട്ടിലേക്ക് തിരിച്ചു വരുന്നില്ല? കാരണം അവൻ ചെയ്യുന്ന പ്രവാസി ജീവിതത്തിലുള്ള ജോലി നാട്ടിൽ വന്ന് ചെയ്യാൻ അയ്യേ എന്ന് സമൂഹം നോക്കുകയാണ്. അതുകൊണ്ടാണ് മടിച്ചിട്ട് ഇന്നും അതേ ജോലി നാട്ടിൽ ചെയ്യാൻ കഴിയുന്ന ജോലി മറ്റുള്ള രാജ്യങ്ങളിൽ ചെയ്യുന്ന സത്യം നിലനിൽക്കുന്നുണ്ട്. നമ്മളിപ്പോഴും അത് ചിന്തിക്കണം. നമ്മൾ അൾട്ടിമേറ്റ്ലി പറയുമ്പോൾ ശരിയാണ്, നമ്മുടെ തീരുമാനമാണ്. സ്വാതന്ത്ര്യം എന്ന് പറയുമ്പോൾ നമ്മുടെ കാഴ്ചപ്പാടാണ്. പക്ഷെ അതുൾപ്പെടെ അത് പറയുമ്പോൾ തന്നെ ഈ പറയുന്ന സാധനങ്ങൾ നിലനിൽക്കുന്നുണ്ടെന്നുള്ള സത്യമാണ്. അല്ല, ഇതിനകത്ത് എല്ലാം പ്രധാനമായിട്ടും എനിക്ക് തോന്നുന്നത് 90% ഘടകം എന്ന് പറയുന്നത് പണം തന്നെയാണ്. പണം എന്ന് ഞാൻ ഈ രാജ്യത്ത് വന്നതിന്റെ ഏറ്റവും പ്രധാന കാര്യം, ഈ രാജ്യത്ത് വന്നതിന്റെ അല്ല, ഈ ഷാഫി വന്നിട്ട് 10 വർഷമായിട്ട് ഷാഫി ഇവിടെ നിൽക്കുന്നതിനുള്ള പ്രധാന കാരണം എന്താണ്? 20 വർഷമായിട്ട് ഞാൻ ആദ്യമായിട്ട് എൻ്റെ ചിന്താഗതികൾ പലതാണ്. ആദ്യമായിട്ട് ഞാൻ UK വരുമ്പോൾ എൻ്റെ മനസ്സിൽ ഒരേ ഒരു ചിന്താഗതി എന്ന് പറഞ്ഞാൽ പൈസ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. കാരണം ഒന്നാമത് നഴ്സിംഗ് എന്ന് പറയുന്ന ഒരു പ്രൊഫഷൻ ഞാൻ ഭയങ്കര ഇഷ്ടത്തോടു കൂടി ജോയിൻ ചെയ്തൊരു പ്രൊഫഷൻ അല്ല. പക്ഷേ അൾട്ടിമേറ്റ്ലി എൻ്റെ ഒറ്റ ഇഷ്ടമായിരുന്നു പിന്നെ സ്ത്രീകൾ കൂടുതൽ ക്ലാസ്സിൽ കൂടുതൽ പെൺപിള്ളേരുള്ളതുകൊണ്ടാണ് ഞാൻ നഴ്സിങ്ങിന് ജോയിൻ ചെയ്തത്. സത്യസന്ധമായിട്ട് പറയാം, 44 പെൺപിള്ളേർ ക്ലാസ്സിലുണ്ടെന്ന് അറിഞ്ഞു. റേഡിയോളജി പഠിച്ചുകൊണ്ടിരുന്ന ഞാൻ അങ്ങനെ മാറി നഴ്സിംഗ് പഠിക്കാൻ വന്നു. അതിനുശേഷം അപമാനമായി. ഇപ്പോൾ BSc നഴ്സിംഗ് പഠിച്ചു കഴിഞ്ഞാൽ ആ കാലഘട്ടത്തിൽ പറഞ്ഞു നിങ്ങൾക്ക് പിന്നെ സൂപ്രണ്ടൻ്റ് ആവാം നഴ്സിംഗ് ഡയറക്റ്റ്. ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല നമുക്ക് നഴ്സിൻ്റെ ജോലി ചെയ്യണമെന്ന് വിചാരിച്ചില്ല. കാരണം നഴ്സിൻ്റെ ജോലി ഒരിക്കലും ഞാൻ കുറ്റം പറയില്ല. ഇറ്റ്സ് എന്താ പറയുക, 20 വർഷമായിട്ട് ഞാൻ ചെയ്യുന്നതാണ്. ഇറ്റ്സ് ഒരു ഹ്യൂമൻ ബീയിനെ ടച്ച് ചെയ്യുക, അവർക്ക് കെയർ കൊടുക്കുക എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് സച്ച് എ പ്ലഷറബിൾ ജോബാണ്. അതിന് സാറ്റിസ്ഫാക്ഷൻ കണ്ടെത്തുന്നവർക്ക്. അപ്പം ഞാൻ അങ്ങനെ ഒരു മെൻറ്റാലിറ്റി ഉള്ള ആളായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ആ ഇതിൽ ഒന്നും ആലോചിച്ച് ജോലി ചെയ്തു. അത് കഴിഞ്ഞപ്പോൾ ഞാൻ ആലോചിച്ചപ്പോൾ തോന്നി UK എന്ന് പറയുന്ന രാജ്യത്തെക്കുറിച്ച് കേട്ടു. അന്ന് UK ഒന്നും ആർക്കും അറിയില്ല. നിങ്ങൾ ഇങ്ങോട്ട് വരുമ്പോൾ ഈ നാട്ടിലെ ഈ പറഞ്ഞ ഈ ആള് തന്നെ പറയുന്നുണ്ട്
44 പിള്ളേരുന്ന ക്ലാസ്സിൽ ഒരു ബോയ് ആയിട്ട് വരുന്ന പഠിച്ച ആള്, ആ ഒരു എന്താ പറയാ ശ്രീകൃഷ്ണ വിലാസത്തിൽ, ആ ലീലാവിലാസത്തിൽ ആഘോഷിക്കാൻ ആദ്യം പോയ ആള് ജീവിതം കടന്നു വന്ന സമയത്ത് പണം മുമ്പിൽ കൊന്നു. അതുകൊണ്ടല്ലേ നിങ്ങൾ ഗ്യാരണ്ടി. കാരണം അന്ന് ഞാൻ അത് പറഞ്ഞതാണ്, ഞാൻ പണത്തിന് വന്നത്. പണത്തിനേക്കാൾ ഉപരി എനിക്ക് മനസ്സിലായത്, ഞാൻ അന്ന് വന്നതിന്റെ ഒരു പ്രധാന കാര്യം എന്ന് വെച്ചാൽ സുഖലോലുപതയാണ്, പണമല്ല. പണം എന്ന് പറയുന്നത് പണം കൊണ്ടുണ്ടാക്കുന്ന സുഖലോലുപത. ഉദാഹരണം എക്സാക്ട് അന്ന് ശരിയാണ്, അന്ന് നമ്മൾ അങ്ങനെ ആയിരുന്നില്ല ചിലപ്പോൾ ചിന്തിക്കുക. ഇന്ന് ഞാനിപ്പോൾ ചിന്തിക്കുന്നത്, ഈ രാജ്യത്ത് ഞാൻ ജീവിക്കുന്നതിന്റെ ഏറ്റവും പ്രധാന ഘടകം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഫസ്റ്റ് ഓഫ് ഓൾ നമ്മുടെ നാട്ടിൽ ചെന്ന് കഴിഞ്ഞ് എനിക്കൊരു ജോലി കിട്ടാൻ പാടാണ് ഇനി. അഥവാ കിട്ടിയാലും തുച്ഛമായ ശമ്പളമായിരിക്കും കിട്ടുക. ബട്ട് അൾട്ടിമേറ്റ്ലി എനിക്ക് നാട്ടിൽ ഏത് ജോലി ചെയ്യാൻ എനിക്ക് കുഴപ്പമില്ല, മനസ്സൊക്കെയാണ്. പക്ഷേ നമ്മുടെ ജീവിതം ഡൗൺഗ്രേഡ് ചെയ്യണം എന്ന് ആലോചിച്ചുകൊണ്ടുള്ള ഒരു ഭയം. സമൂഹത്തിനോടുള്ള ഭയം അല്ല, എന്റെ ഓൺ കംഫർട്ട് സോണിൽ നിന്നുള്ള ഭയമാണ്. കാരണം ഇപ്പൊ സമൂഹത്തിനോട് ഭയം മേ ബി ഉണ്ടായിരുന്നിരിക്കും പണ്ട്. ഇന്നിപ്പോ എനിക്ക് സമൂഹത്തിനോട് അങ്ങനെ ഭയമില്ല. എനിക്ക് ആകെ ഭയം എന്ന് പറഞ്ഞാൽ എന്റെ വീട്ടുകാർ, എന്റെ കുടുംബക്കാർ നല്ല രീതിയിൽ ഇരിക്കുക, അവർക്കൊരു പ്രൊട്ടക്ഷൻ വേണം, അത് മാത്രമേ ഉള്ളൂ എന്റെ മനസ്സിലാവും. പക്ഷെ അതിനൊരു തുച്ഛമായ ഒരു വരുമാനമുള്ള ഒരു ജോലി ചെയ്താൽ ഇല്ല, തുച്ഛമായ ഫാക്ടർ എന്ന് പറയുമ്പോൾ അത് കൂടെ പറയണം. കാരണം നമ്മുടെ നാട്ടിൽ ഇപ്പോൾ അവരുടെ ആഗ്രഹങ്ങൾ എന്താണ്? സാധാരണ ഒരു നാട്ടിൽ ജീവിക്കുകയാണെങ്കിൽ എത്ര രൂപയുടെ ഒരു ചെലവായിരിക്കും ഒരു മാസം മനസ്സിൽ കാണുന്നത്? ഒരു ഏകദേശം എന്റെ മനസ്സിൽ കാണുന്നത്, അത് എഗെയിൻ അൾട്ടിമേറ്റ്ലി ഡിപ്പെൻഡ്സ് ഓൺ യു. ചില സമയത്ത് എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് വേണ്ടത് സത്യം പറഞ്ഞ പിന്നെ അത്യാവശ്യം നല്ല ഫുഡ് വേണം. ഫുഡ് എന്ന് പറയുന്നത് എനിക്ക് ജങ്ക് ഫുഡിന്റെ ആവശ്യമില്ല. എനിക്ക് വേണ്ടത് ചോറ്, കറി, ചമ്മന്തി, ചായ, ചോറ്, അതാണ് വേണ്ടത്. എനിക്ക് വേണം, അത് കുഴപ്പമില്ലാതെ കിട്ടണം, മുസ്ലിമായിട്ടുണ്ട്. 2, എന്നെ സംബന്ധിച്ചിടത്തോളം സിനിമ കാണാൻ പോകണം, ഇഷ്ടംപോലെ സിനിമ കാണാൻ പോകണം. 3, എനിക്കിപ്പോൾ ഏതെങ്കിലും ഒരു ഫ്രണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ആരെങ്കിലും ഒന്ന് ചോദിച്ചു ഇല്ലാത്തവനാണെങ്കിൽ അവൻ എന്തെങ്കിലും കൊടുക്കാൻ എന്തെങ്കിലും എൻ്റെ നല്ല മനസ്സിലാവും. നമുക്ക് അങ്ങനെ ഉണ്ടാകുന്നത് അല്ല, അവരെ നിരാശപ്പെടുത്തി വിടുക എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലൊരുമല്ല. ഉള്ളവന് കൊടുക്കേണ്ട കാര്യമില്ല, അല്ലെങ്കിൽ ഇവർ ആഡംബരത്തിനും കൊടുക്കേണ്ട കാര്യമില്ല. പക്ഷെ ഇല്ലാത്തവൻ നിരാലംബനായി വരുത്തുമ്പോൾ നമ്മുടെ മുമ്പിൽ കൈ നീട്ടുമ്പോൾ യു ഹാവ് ടു ഗീവ് സംതിങ്, അതിന് വേണ്ടിയുള്ള പണം വേണം. അങ്ങനെയൊക്കെ നോക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും മിനിമം ഒരു 50,000-60,000 രൂപയെങ്കിലും വേണം. ഞാനൊരു നഴ്സിംഗ് പഠിക്കുന്ന നാട്ടിൽ ഇപ്പോൾ എനിക്ക് 15,000 രൂപയായിരിക്കും കിട്ടുക, അല്ലെങ്കിൽ 20,000 രൂപയായിരിക്കും കിട്ടുന്നത്. ഈ പണി കൊണ്ട് എനിക്കൊന്നും ചേർത്ത്. പിന്നെ രണ്ടാമത്, എൻ്റെ ഭാര്യ റിട്ടയർ ആയി കഴിഞ്ഞാൽ എൻ്റെ ഭാര്യയ്ക്ക് പെൻഷൻ കിട്ടില്ല, എനിക്ക് പെൻഷനില്ല. ഒരവസ്ഥ വരുവാണെന്നുണ്ടെങ്കിൽ എഗെയിൻ നമ്മൾ ഒരു അൾട്ടിമേറ്റ്ലി ഒരു ഇൻകോ ഇല്ലാത്തൊരവസ്ഥയിലേക്ക് പോകേണ്ടി വരും. അപ്പോൾ സ്വാഭാവികമായിട്ട് ഇപ്പോൾ ഇതെല്ലാം പറഞ്ഞു വരികയാണെങ്കിൽ ഷാഫി ഈ രാജ്യത്ത് ജീവിക്കുന്നത്, അതായത് വരുന്ന ഫ്യൂച്ചറിൽ ഇവിടുത്തെ നാഷണൽ സെക്യൂരിറ്റി കിട്ടിക്കൊണ്ട് സ്വതന്ത്രമായി ജീവിക്കാനുള്ള മാനസികാവസ്ഥയാണ്. ഗ്യാരണ്ടി. എന്റെ വൈഫിന് പൈസ വേണം, ഇല്ല, അതിനുവേണ്ടി എല്ലാം വരുന്നത് അൾട്ടിമേറ്റ്ലി പണത്തിലോട്ട് തന്നെ ആവും. കാരണം എൻ്റെ ഈ പറഞ്ഞുള്ള എൻ്റെ ഇപ്പോൾ ഒരു ലൈഫ് ക്യാരി ഓൺ ചെയ്യുന്നതിനും ബാക്കി എല്ലാ കാര്യത്തിനും വേണ്ടത് പണമാണ്. അതാണ് ഒരു പ്രധാന കാര്യം. ബട്ട് അൾട്ടിമേറ്റ്ലി ആ പണത്തിന്റെ പിന്നിലും ഞാൻ ഒറ്റയ്ക്ക് ഇവിടെ താമസിക്കുമ്പോൾ എനിക്ക് ഉണ്ടാവുന്ന ബുദ്ധിമുട്ടുകളൊക്കെ മറികടക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്ന കുറെ കാര്യങ്ങളുണ്ട്. അത് ഈ രാജ്യം വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്തു തരുന്നുണ്ട്. അതുകൊണ്ടാണ് ഉണ്ട്. പക്ഷേ നാട്ടിൽ ജീവിച്ച ഒരു അവസ്ഥയിൽ 101% ഓരോ പ്രവാസിയും മനസ്സിൽ നാട്ടിൽ ജീവിക്കാനാണ് ആഗ്രഹിക്കുന്നത്. ഒരു കാര്യം ചെയ്യാം, ഈ 60 രൂപ 50 രൂപ ശമ്പളം കിട്ടുന്നു അല്ലേ, ഒരു കുടുംബം കഴിഞ്ഞാൽ നിങ്ങൾക്ക് 50-60 രൂപ, നിങ്ങൾക്ക് ഹസ്ബൻഡും വൈഫിനും കൂടെ 50-60 രൂപ കിട്ടിയാൽ നിങ്ങൾക്ക് നാട്ടിൽ നിൽക്കുന്നതല്ലേ സുഖം? ഈ പറയുന്ന എല്ലാ ഈ ചമ്മന്തിയും ചോറും കാര്യവും ഒക്കെ മതിയല്ലോ. പക്ഷെ എന്നാലും നിങ്ങൾ ഈ കഷ്ടപ്പാട്, ഇവിടുത്തെ കാലാവസ്ഥയും ഇതെല്ലാം വിചാരിച്ച് ഇവിടെ നിൽക്കുമ്പോൾ എനിക്കത് അങ്ങോട്ട് ദഹിക്കുന്നില്ല, ഇല്ലേ? എന്ന് വെച്ച് കഴിഞ്ഞാൽ പണം അല്ല ഫാക്ടർ എന്നാണോ പറഞ്ഞത്? എല്ലാം പറയും, എല്ലാത്തിലും കൂടെ മിക്സ് ആയി പറയുന്നു. ഏതാണ് പ്രധാന ഒരു ഘടകമാണ്? ഒരു ഘടകം പണം തന്നെ. പണം തന്നെ, പണത്തിന് വേണ്ടി ഇവിടെ നിൽക്കും. പണത്തിന് വേണ്ടി തീർച്ചയായിട്ടും ഞാനും ഈ പറഞ്ഞ പണം ആണ്. അല്ല, നമ്മൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പണം എന്നുള്ള ഒരൊറ്റ കാരണം കൊണ്ടാണ്. കാരണം നാട്ടിൽ ബിസിനസ് നമ്മൾ ചെയ്യണമെന്ന് ചിന്തിച്ചാൽ തന്നെ ഒരുപാട് നൂലാമാലകളുണ്ട്. ഒരു സത്യാവസ്ഥ, നമ്മളിപ്പോൾ ഇവിടെ നിന്ന് പോയി നമുക്ക് എന്തെങ്കിലും മല മറിക്കാം, ഒരു ചായക്കട നടത്താം, അല്ലെങ്കിൽ ദോശ ബിസിനസ് ചെയ്യാം, ഇതൊക്കെ പറയാൻ കൊള്ളാം. നിങ്ങൾ ഈ പണമാണെന്ന് പറയുമ്പോൾ ഈ പണം ഇവിടുന്ന് കിട്ടുന്നുണ്ടല്ലോ ഇങ്ങോട്ട് വന്നത്, തീർച്ചയായും അല്ലേ? അപ്പൊ ഈ പണം കൊണ്ട് നിങ്ങൾക്ക് ഇവിടെ എല്ലാം ഈ പറയുന്ന നിങ്ങൾക്ക് ചില മാനസിക ബിഹൈൻഡ് കാര്യങ്ങൾ ലോസ്റ്റ് ചെയ്തിട്ട് എവിടെ വരുന്നത്, അതിനെക്കുറിച്ച് നിങ്ങൾക്ക് വിഷമമൊന്നും? എന്താണ് ഉദാഹരണത്തിന് മാനസിക പറഞ്ഞ പോലെ നാട്ടിലെ 168 സിനിമ റിലീസ് ചെയ്യുന്നത് കാണാനും, അല്ല ഈ നാട്ടു ചായകൾ, നാട്ടു ജങ്ക് ഫുഡ്, ഇവിടെ ജങ്ക് ഫുഡേ കിട്ടും കൂടുതലും. ഇപ്പോഴാണ് റീസെന്റ് കുറച്ച് നമ്മുടെ മലയാളികളുടെ കടകളൊക്കെ വരുന്നുണ്ട്, പക്ഷെ കൂടുതൽ ജങ്ക് ഫുഡാണ് ഇവിടെ. അതിനെല്ലാം മേളിൽ പണം നിൽക്കുന്നുണ്ട് ചെയ്യുന്നുണ്ട്. അതായത് നമ്മൾ പറയുന്ന ഒരു 5 സിനിമ പോയി കണ്ടു കഴിഞ്ഞാൽ കിട്ടുന്ന സന്തോഷം തന്നെ കൂടുതൽ അക്കൗണ്ടിൽ പണം കിടക്കുമ്പോൾ എനിക്ക് കിട്ടും. അതുകൊണ്ട് ഞാൻ പേഴ്സണലി ചോദിക്കുകയാണെങ്കിൽ പണത്തിനാണ് ഈ നാട്ടിൽ നിൽക്കുന്നത്. ഓക്കെ, അപ്പൊ ഞാനൊരു കാര്യം ചോദിക്കട്ടെ, അപ്പൊ നിങ്ങൾ ഈ പണം എന്ന് പറയുന്നത് പണത്തിന് വേണ്ടിയാണ് നിൽക്കുന്നതെന്ന് പറയുന്നു. ബട്ട് അൾട്ടിമേറ്റ്ലി നിങ്ങൾ ഒരു സ്റ്റേജിൽ എത്തും, പണം വലിയ സംഭവമൊന്നും അല്ലാത്തൊരു സ്റ്റേജിൽ എത്തുമ്പോൾ
എന്താണ് അന്നേരത്തെ പ്ലാൻ എന്താണ്? അന്നേരം മനസ്സിന് എന്ത് തോന്നുന്നു അവിടെ പോകും. അതിപ്പോൾ നാടായിക്കോട്ടെ, ചിലപ്പോൾ ദുബായ് ആയിക്കോട്ടെ, എന്ത് നേരം ദുബായ് വരെ ഞാൻ ചിന്തിക്കുന്നുണ്ട്. അല്ലെങ്കിൽ ഇപ്പോൾ ഓസ്ട്രേലിയ പലരും പോകുന്നുണ്ട്. അതിപ്പോൾ ഒരു നാടെന്നുള്ളതിന് എനിക്കൊരു പ്രാധാന്യം ഇല്ല. നമ്മൾ എവിടെ നിൽക്കുന്നോ അവിടെ നമുക്ക് കംഫർട്ടബിൾ ആയി നിൽക്കാൻ പറ്റണം. അതിന് പണം വേണം. അപ്പൊ നിങ്ങളുടെ സ്വന്തം നാടുമായിട്ട് ഒരു ബന്ധവും ഇല്ല എന്നുള്ളതാണ്. ഞാൻ ഏകദേശം ഈ പറഞ്ഞ പോലെ പറയുന്ന പോലെ തന്നെ 15 വർഷത്തോളം ഞാൻ ഇവിടെ നിൽക്കുന്ന ഒരാളാണ്. ഈ 15 വർഷം എന്ന് പറയുമ്പോൾ 18 വയസ്സിലാണ് ഇവിടെ വന്നത്. അപ്പോൾ ഈ 18 വയസ്സിൽ വന്നത് കാരണം തന്നെ എനിക്കുള്ള സുഹൃത്തുക്കൾ വലയങ്ങൾ വളരെ കുറവാണ്. കാരണം ആ ഒരു കാലഘട്ടത്തിന് ശേഷം എനിക്ക് അതുകൊണ്ട് അവിടെ ഇപ്പോൾ ആരെയും മിസ് ചെയ്യാനോ ഒന്നുമില്ല. അപ്പോൾ എന്നെ സംബന്ധിച്ച് നാടെന്ന് പറയുമ്പോൾ സത്യം പറഞ്ഞാൽ നാട്ടിലെ നല്ല ഭക്ഷണം. അപ്പോൾ ചുരുക്കം പറഞ്ഞാൽ ഇപ്പം നമ്മുടെ ഈ പുതിയ ജനറേഷൻ പിള്ളേർ ഇവിടെ പഠിക്കാൻ വരുന്ന പിള്ളേർ 18 വയസ്സ് വന്നാൽ ഈ ഒരു ചിന്താഗതി ആയിരിക്കാം. 100%. അവർക്ക് പിന്നെ തിരിച്ച് നാട്ടിലേക്ക് പോകണ്ടാന്നോ, അല്ലെങ്കിൽ അവരുടെ ലൈഫിലെ സുഖം അല്ലെങ്കിൽ സേഫ് ആൻഡ് സെക്യൂർ നോക്കി അവർ അവരുടെ വഴിക്ക് നീങ്ങുന്നു. അതിൽ തെറ്റുണ്ടോ? തെറ്റുണ്ടോ എന്ന് ചോദിച്ചാൽ തെറ്റൊന്നുമില്ല. ആദ്യം ഞാൻ എന്റെ പറഞ്ഞ പോലെ പറഞ്ഞു വരുന്ന ചോദ്യങ്ങൾ നാട്ടിലേക്ക് പോകണം. ഇതിലേക്കാണ് ഞാൻ ആദ്യം പറഞ്ഞ എന്റെ പോയിന്റിലേക്ക് ഞാൻ നിങ്ങളെ ഇപ്പൊ കൊണ്ടുവന്നത്. സ്വാതന്ത്ര്യം, എന്ത് സ്വാതന്ത്ര്യം? ഫ്രീഡം. എന്റെ പൊന്നി ജീവനേട്ടാ, ഇവിടെ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് ഞാൻ മനസ്സിലാക്കിയെടുത്തോളാണ്. ഞാനിപ്പോ ഒരു മാസം നാട്ടിൽ നിന്നിട്ട് വന്നേ ഉള്ളൂ. നാട്ടിലൊന്നും ഒരു സ്വാതന്ത്ര്യ കുറവില്ല. സത്യസന്ധമായിട്ട് പറഞ്ഞാൽ എന്ത് സ്വാതന്ത്ര്യ കുറവാണുള്ളത്? ശരിയായി, സെക്യൂരിറ്റി, അതൊരു ഫ്രീഡമാണ്. എന്ത് നാഷണൽ എന്ത് ഫ്രീഡം? ഞാൻ ഒരു കാര്യം, ഈ രാജ്യം രാത്രി 10 മണി കഴിഞ്ഞാൽ ഇവിടെ പുറത്തിറങ്ങി ഒറ്റയ്ക്ക് നടക്കാനുള്ള ധൈര്യം ഉണ്ടോ? തീർച്ചയായും ധൈര്യം ഉണ്ടാവും. അത് വളരെ നമ്മൾ വാർത്തകൾ വായിക്കണം. റയർ ഒന്നുമല്ല, ഒരുപാട് സംഭവിക്കുന്നുണ്ട്. അപ്പൊ നമ്മൾ ഭയക്കുന്ന ഒരു നാട് തന്നെയാണ് ഇത്. ഒരു സൈഡിൽ അത് നടക്കുന്നുണ്ട്. അപ്പൊ നമ്മൾ സ്വാതന്ത്ര്യം എന്ന് പറയുമ്പോൾ ഈ ആസ്പെക്റ്റിലൊന്നും നമുക്ക് വലിയ ഞാൻ ചോദിക്കട്ടെ, ഇവിടെ ഒരു പരിചയമില്ലാത്ത ഒരാളെ ആരും അറ്റാക്ക് ചെയ്യുന്നില്ല. അബദ്ധം പറ്റുന്നതേ ഉള്ളൂ. നടക്കുന്നുണ്ട്. ഞാനൊരു കാര്യം പറയാം, ഞാൻ പറഞ്ഞിട്ടുള്ളതാണ്. നാട്ടില് എന്റെ ബാഗ്, എന്റെ കാറിനകത്ത് ഞാൻ ഒരു പാക്കറ്റും വെച്ചിട്ട് വെളിയിലോട്ട് ഒരു 2-3 ദിവസം വന്ന് കഴിഞ്ഞാൽ കാർ എടുത്താൽ ആ സാധനം അതിനകത്ത് ഇരിക്കും. ഇവിടെ ക്രോയിഡനിൽ നിങ്ങൾ വിസിബിൾ ആയിട്ടുള്ള ഒരു വാല്യൂബിൾ ആയിട്ടുള്ള ഒരു സാധനം വെച്ചിട്ട് പോയി. ഇവിടെ എത്രയോ സ്ത്രീകളുടെ കഴുത്തിൽ നിന്ന് മാല പബ്ലിക്കിൽ, ഞാൻ അവിടെ വഴി നിൽക്കുമ്പോൾ എൻ്റെ ഒരു മലയാള സ്ത്രീയുടെ മാല അടിച്ചുകൊണ്ട് പോയിട്ടുണ്ട്. എത്രയോ സംഭവങ്ങൾ നടക്കുന്നുണ്ട്, ഇല്ലേ? ഇതെല്ലാം നടക്കുന്നുണ്ട്. നിങ്ങൾ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത്, നിങ്ങൾ സോഷ്യൽ സെക്യൂരിറ്റി പറഞ്ഞു. ഇവിടെ ഇപ്പോഴത്തെ പെൻഷന്റെ എത്ര ആക്കാൻ പോകുന്നതെന്ന് അറിയോ? 71 ആക്കാൻ പോവാണ് അടുത്ത. ഇനി വാർദ്ധക്യകാല പെൻഷൻ എന്ന് പറയുന്നത് 71 വയസ്സാക്കാൻ പോവാണ്. ഈ 71 വയസ്സ് വരെ ജനങ്ങൾ കട്ടടിച്ച് പണിയണം. നാട്ടിൽ 55-ാമത്തെ വയസ്സിൽ 60-ാമത്തെ വയസ്സിൽ അതിൽ ഞാൻ പറയട്ടെ, ഇപ്പൊ എനിക്കിപ്പോ 52, 54, 53 വയസ്സാകുന്നുണ്ട്. ഞാൻ എന്റെ റിട്ടയർമെന്റ് കാരണം 67 വയസ്സിൽ എനിക്ക് റിട്ടയർമെന്റ് ആണ്. എന്റെ ഫോക്കസിൽ, എന്റെ ബ്രെയിനിൽ എനിക്കറിയാം എനിക്കിനി 14 വർഷം ജോലിയാണ് ആവശ്യമുണ്ട്. അതുകൊണ്ട് ഞാൻ എന്റെ ശരീരത്തെ മെയിൻറ്റെയിൻ ചെയ്യാനും ഹെൽത്ത് ഫുഡ് എടുക്കാനും ഞാൻ പ്രിപ്പയർ ആണ്. അത് തിരിച്ച് ഗതികേടുകൊണ്ടാണെന്ന് ഇല്ല, അതുകൊണ്ടല്ല. നമ്മളിപ്പോ 71 വയസ്സിനോ 80 വയസ്സിനോ പറയുമ്പോൾ നിങ്ങൾ ചിന്തിക്കുക, നിങ്ങളുടെ ലൈഫ് ഓഫ് ഫോക്കസ് അവർ നീട്ടുക അല്ലേ? ലൈഫ് ടൈം നീട്ടുമ്പോൾ നമ്മളും കൂടെ നമ്മുടെ ബോഡിയെ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യാൻ നമ്മൾ കണക്ക് സ്റ്റാറ്റിസ്റ്റിക്സും പ്രകാരം യു കെയിലെയും അമേരിക്കയിലുടെയും നമ്മളുടെ ആൾക്കാർ ജീവിച്ചിരിക്കുന്നത് എന്റെ ഒരു കണക്കുണ്ട്. അത് ആയുസ് കൂടിയിരുന്നു. പക്ഷെ ഇപ്പം ഏകദേശം 3 വർഷത്തോളം കുറഞ്ഞു. 3 വർഷം ആൾക്കാർ പിന്നിൽ. കാരണം ഹെൽത്ത് കെയർ സിസ്റ്റത്തിന്റെ പാളിച്ചകൾ ഇവിടെ ഹെൽത്ത് കെയർ സിസ്റ്റത്തിന് ഇവിടെ എന്ത് സോഷ്യൽ സെക്യൂരിറ്റിയാണ് ചോദിച്ചിട്ടുള്ളത്? നിങ്ങൾ ഇത്രയും കാശ് അടയ്ക്കുന്നത്, ഇത്രയും വർഷത്തോളം നിങ്ങൾ ഇത്രയും കാശ് അടയ്ക്കുന്നത്, ഞാൻ കുറ്റം പറയല്ല, ഞാൻ ഈ രാജ്യത്തെ സ്നേഹിക്കുന്നതാണ്. ഈ രാജ്യത്തിന് ഇന്നത്തെ ഒരു സ്ഥിതി വെച്ചിട്ട് പറയണം, ഇത്രയും കാശ് നിങ്ങൾ സോഷ്യൽ സെക്യൂരിറ്റി അല്ലെങ്കിൽ ടാക്സ് ആയിട്ട് അടയ്ക്കുന്നത്. നിങ്ങൾക്ക് 71-ാമത്തെ വയസ്സിലാണ് ഇതൊക്കെ എന്തെങ്കിലും കിട്ടുന്നത്. ഈ 71 വയസ്സ് വരെ നിങ്ങൾ അടച്ച ഈ കാശൊക്കെ എവിടെ പോകുന്നു? ഒന്നുമില്ല അല്ലെ? വേറെ ഒരാൾക്ക് പോകുന്നു. പറയുന്ന മറ്റൊരു കാര്യം, വേറെ ഇപ്പം ജീവിതം മൊത്തം കൊണ്ട് കളഞ്ഞ ആൾക്കാർ എത്രയോ പേരുണ്ട്. അവർക്ക് ഡിസബിലിറ്റി ആയിട്ടോ അല്ലാത്ത ഫണ്ടിലുമായിട്ട് കൊടുക്കുന്നുണ്ട്. എല്ലാവരും അങ്ങനെ അല്ലെന്നല്ല പറഞ്ഞു. ഞാൻ ഉദാഹരണം അല്ല, ഇതുകൊണ്ട് പല ഗുണങ്ങളും ഉണ്ട്. ഈ നാടിന് നല്ല കാര്യങ്ങൾ അതൊക്കെ നടക്കും. നമ്മളെന്ന വ്യക്തിക്ക് വലിയ ഗുണങ്ങൾ വരില്ല. ആ നാട് തോന്നിയ വ്യക്തിയിലെ ഒരു വ്യക്തിയായിട്ട് നമ്മൾ മാറുന്നില്ല, ഒരു പൗരനായിട്ട്. ഞാൻ ചോദിക്കട്ടെ, നാട്ടിൽ ഇപ്പം വന്ന് എനിക്ക് ഇപ്പൊ ഞങ്ങൾ വന്നതല്ലേ, ഇവർ ഡിസേബിൾഡ് ആകുന്നു അല്ലെങ്കിൽ അത്രത്തോളം ബുദ്ധിമുട്ടുള്ള ആൾക്കാര് ഗവൺമെന്റ് ആണ് ഫുൾ ടൈം നോക്കുന്നത്. നിങ്ങളുടെ ബിഹൈൻഡ് ഇൻകം നോക്കിയിട്ടൊന്നും അല്ല, അവന് ജീവിക്കാനുള്ള. നാട്ടിൽ ഇതങ്ങനെ കിട്ടുന്നുണ്ട്. എത്രയോ പേര് ഇന്ന് എന്താ പറയാ, വെറും വാർദ്ധക്യ പെൻഷൻ കിട്ടാൻ വേണ്ടി കഷ്ടപ്പെടുന്നില്ലേ? ഇനിയിപ്പം സർക്കാർ പറയുന്ന 1600 രൂപ 2000 രൂപ തരി, 2000 രൂപയ്ക്ക് ഒരാഴ്ച ജീവിക്കാൻ ഒരു മനുഷ്യന് പറ്റും. ഒന്നും വേണ്ട, ഒരു ഡിസേബിൾഡ് ആയിട്ട് ഒരു വ്യക്തിക്ക് ബസ്സിലായിക്കോട്ടെ അല്ലെങ്കിൽ ഒരു ബിൽഡിംഗിൽ കയറാൻ പോലും എന്തെല്ലാം കഷ്ടപ്പാടാണ്, സൗകര്യമില്ല. അപ്പൊ അതൊക്കെ നമ്മൾ നാടിനെ വെച്ച് നോക്കുമ്പോൾ ഇവിടെയൊക്കെ വളരെ മറ്റൊരു കാര്യമുണ്ട്. നിങ്ങൾ ഈ പറയുന്നത് പോലെ തന്നെ മനുഷ്യന്റെ റെസിലിയൻസ് കൂടുതലാണ് നാട്ടിൽ. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പോകുമ്പോൾ ഞാൻ ഇന്റർവ്യൂ ചെയ്ത 2 കാലം തളർന്ന ഒരു വ്യക്തിയാണ്. ഈ വ്യക്തി നാട്ടിലാണ് ജീവിക്കുന്നത്, സ്വന്തമായിട്ടൊരു ബിസിനസ് ഉണ്ട് പുള്ളിക്ക്. ഈ വ്യക്തി പിന്നെ ഈ 2 കാലം തളർന്ന ഒരു സ്ഥാനത്തിന് ട്രാൻസ്ഫർ ചെയ്യണമെങ്കിൽ അപ്പർ ബോഡിയുടെ ഉപയോഗം കൊണ്ട് മാത്രമേ ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റൂ.
ഈ വ്യക്തി ആ നാട്ടിൽ വലിയ കുഴപ്പമില്ലാതെ ഒരു ബിസിനസ്സും ചെയ്ത് ജീവിച്ചുമാണ്. ആ റെസിലിയൻസ് എന്ന് പറയുന്ന ഒരു പരിപാടിയുണ്ട്. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ എന്തുകൊണ്ടാണ്? കാരണം അവനവിടെ ഇവിടെ ഈ പ്രൊട്ടക്ട് ചെയ്യാനോ നോക്കാനോ ആരുമില്ല. സ്വന്തമായിട്ട് ഹ്യൂമൻ എന്ന് പറയുന്ന ഒരു ഹ്യൂമൻ ബീങ്സ് എന്ന് പറയുന്ന ഒരു കപ്പാസിറ്റി ഉണ്ട് ഒരു പരിധി വരെ. ഈ ഒരു കപ്പാസിറ്റിയുടെ എത്രമാത്രം നമ്മൾ യൂസ് ചെയ്യുന്നു എന്നുള്ളത് നമ്മുടെ ചോദ്യമുണ്ട്. അല്ല, അതൊക്കെ ശരിയാണ് ബ്രോ. ആ റെസിലിയൻസ് ഒക്കെ പറയുമ്പോഴും നമ്മൾ എപ്പോഴും നമ്മളെ കുറിച്ച് എന്ത് ചെയ്യുമ്പോൾ നമ്മുടെ കുട്ടികൾ അല്ലെങ്കിൽ നമ്മുടെ അങ്ങനെ ചിന്തിക്കുള്ളൂ. അപ്പം നമ്മുടെ കുട്ടികൾക്ക് ഇതുപോലൊരു അവസ്ഥ വരുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ റെസിലിയൻസ് വേണം ചിന്തിക്കില്ല. ഇതുപോലുള്ള ആനുകൂല്യങ്ങൾ ഉണ്ടായിരുന്നെങ്കിൽ നന്നായിരുന്നേനെ എന്നേ ചിന്തിക്കുള്ളൂ. അപ്പൊ ആ ഒരു ആസ്പെക്റ്റിൽ ഒരുപാട് കാര്യങ്ങൾ ശരിയാണ്. ബട്ട് അൾട്ടിമേറ്റ്ലി ഒരു കാര്യങ്ങളും ലോകത്തിലെ ഒരു കാര്യങ്ങളും ഇപ്പൊ നാളെ ഞാൻ ഡിസേബിൾഡ് ആയിട്ട് ജനിച്ച് ഒരു പ്രായം വരും വരെ എനിക്കറിയാം നാളെ ഇവിടെ ഒരു വേൾഡ് യുദ്ധമായിരിക്കും ഇവിടെ വരുന്നത്. നാളെ ഈ പറഞ്ഞ ബെനിഫിറ്റുകൾ ഒന്നും ഇവിടെ കാണുന്നില്ല. സോ ഹൗ യു ഗോയിങ് ടു പ്രിപ്പയർ യുവർ സെൽഫ് ടു ബിക്കം, അല്ലെങ്കിൽ അതിനെ പ്രിപ്പയർ ചെയ്യുന്നത് എങ്ങനെയാണ്? അതായത് ഇപ്പൊ 2 കൈയും 2 കാലും ഇല്ലാത്ത ഒരു കുട്ടി ജനിച്ചു. ഈ കുട്ടിക്ക് സൗകര്യങ്ങളുള്ള ഒരു നാട്ടിൽ ജനിച്ചു കഴിഞ്ഞാൽ അതിൻ്റെതായിട്ടുള്ള ജീവിത രീതി ഉണ്ടാവും. അല്ല, ഞാൻ പറയട്ടെ, അതേസമയം ഒന്നും ഇല്ലാത്ത രാജ്യത്ത് വന്നു കഴിഞ്ഞാൽ ആ കുട്ടി ജീവിച്ചേ പറ്റൂ എന്നുള്ള സാഹചര്യം കൊണ്ട് അവർ ഇതാവുന്നതല്ലാതെ ഇതൊന്നും അവിടെയാണ് ഞാൻ പറഞ്ഞത്. നമ്മൾ കുഞ്ഞിലെ വളരുന്ന ഇപ്പൊ നമ്മൾ തന്നെയാണെങ്കിലും നാട്ടിൽ വളർന്നതിന്റെ ഒത്തിരി ഗുണങ്ങളുണ്ട്. ഇല്ലെന്ന് പറയാൻ പറ്റുമോ നിങ്ങൾക്ക്? 100% ഒരുപാടുണ്ട്. ഒത്തിരി ഗുണങ്ങൾ. നമ്മൾ എത്രയോ റെസിലിയന്റ് ആയിട്ടുള്ള ആൾക്കാരാണ്, കുറെ കാര്യങ്ങളൊക്കെ നേരിടാൻ പറ്റിയ ആൾക്കാരാണ്. അപ്പൊ ആ റെസിലിയൻസ് കിട്ടിയ നമ്മുടെ നാട്ടിൽ നിന്ന് തന്നെയാണ്. എന്ന് പറയുന്ന പോലെ പല റെസിലിയൻസ് ഈ പറയുന്ന പോലെ ആൾക്കാർ ജീവിക്കുന്നത് നമ്മുടെ നാട്ടിലാണ്. അവരാരും ആത്മഹത്യ ചെയ്തില്ല, പോയില്ല, എവിടെയും പോയില്ല. നമ്മളോടൊപ്പം നമ്മളെ കാണിച്ചു തരാണ്, ഞങ്ങൾ ശക്തന്മാരാണെന്ന് കാണിച്ചതാണ് അവർ ജീവിക്കുന്നത്. എന്ന് പറയുന്ന പോലെ ഇവിടെ ഈ നാട്ടിൽ നാളെ ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ പറയാൻ പറ്റില്ല. ഈ ഡിസേബിൾഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഉള്ള ആൾക്കാർ എങ്ങനെ ജീവിക്കും എന്നുള്ളത് പറയാൻ പറ്റില്ല. അവർക്ക് ആ പുതിയൊരു തലത്തിലേക്ക് വരുമ്പോൾ ഭയങ്കര ഭയമായിരിക്കും. അവർക്ക് അത് ഫേസ് ചെയ്യാൻ പോലും പേടിയായിരിക്കും. ഞാൻ ഇതായിട്ട് പറയില്ല, പക്ഷേ അവർ ജീവിക്കണം എന്നുള്ള അവർക്ക് ഇങ്ങനെ ഗവൺമെന്റ് ചെയ്യുന്ന ഒരു നല്ല കാര്യമാണ്. പക്ഷേ ഇത് എത്ര നാളത്തേക്ക് എന്നുള്ളത് ഒരു ചോദ്യമുണ്ട്.